അസൂയ എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ടല്ലോ, ആ രോഗം നിന്റെ മനസ്സിന് പിടിപെടുന്നതിന് തൊട്ടോ നീ നന്നായി സൂക്ഷിച്ച് ജീവിക്കണോ. എന്താണ് അസൂയ എന്ന് പറയുന്ന രോഗം വന്നാലുള്ള വിഷയമെന്നറിയുമോ? ഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഹതബാ. മോനെ, അസൂയ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ചുരുക്കം ചില നല്ല കാര്യങ്ങളുണ്ടല്ലോ, ആ നല്ല കാര്യങ്ങളെ കരിച്ചു കളയുന്ന ഏറ്റവും മാരകമായ രോഗമാണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നേരം പുലർന്നത് മുതൽ ഈ സെക്കൻഡ് വരെ ഞാനും നിങ്ങളും ചെയ്തതായ നല്ല നല്ല കാര്യങ്ങൾ എത്രയുണ്ട് എന്ന് നാം ഒന്ന് കണക്കുകൂട്ടി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പറയത്തക്ക രൂപത്തിൽ ഒരു നന്മയും നാം ഇന്ന് ചെയ്തിട്ടില്ല. സദഖ നീ കൊടുത്തിട്ടുണ്ടോ? മറുപടി ഇല്ല എന്നാണോ? മോനെ, നീ ഇന്ന് എല്ലാ റവാത്തിബും നിസ്കരിച്ചിട്ടുണ്ടോ? മറുപടി ഇല്ലേ ഇല്ല. അതുപോലെ തഹജ്ജുദ് നിസ്കരിച്ചോ? ഇല്ല ഇല്ല. ഏതെങ്കിലും ഒരു സാധുവിനെ നീ സംരക്ഷിച്ചോ? ഇല്ലേ ഇല്ല. ഏതെങ്കിലും ഒരു രോഗിയുടെ അടുത്ത് നീ സ്വാന്തനവുമായി സന്ദർശനം നടത്തിയോ? അപ്പോഴും നമുക്ക് പറയാനുള്ള മറുപടി ഇല്ല എന്നാണോ? ഇനിയോ 5 വക്ത് നിസ്കാരമുണ്ടല്ലോ, ബാങ്ക് കൊടുത്ത ഉടനെ അതിന്റെ അവ്വല് വഖത്തിൽ നീ ഇന്ന് നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. സുബ്ഹാനല്ലാഹ്, നന്മകൾ ഓരോന്ന് ആലോചിക്കുമ്പോ ചെയ്തു കൂട്ടിയ നന്മകൾ വളരെ തുച്ഛമാണോ? എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഇന്നത്തെ ദിവസത്തിൽ അതേ നേരം പുലർന്നത് മുതൽ ഈ സെക്കൻഡ് വരെ ചെയ്തു കൂട്ടിയ തിന്മകളുടെ കണക്കൊന്ന് ആലോചിച്ചു നോക്ക. സുബ്ഹാനല്ലാഹ്, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിലുള്ള തെറ്റുകളല്ലേ നമ്മൾ ചെയ്തു പോയതോ? സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്ന് എൻ്റെ കണ്ണുകളെ കൊണ്ട് എത്ര എത്ര ഹറാമുകളിലേക്കാ നോക്കിപ്പോയതോ? ഞാൻ എൻ്റെ കാതുകൊണ്ട് എത്ര ഹറാമിന്റെ ശ്രവണങ്ങളാ കേട്ടുപോയതോ? ഞാൻ നാവ് കൊണ്ട് എത്ര ഹറാമുകളാ പറഞ്ഞു പോയതോ? ഞാൻ എൻ്റെ കൽബിൽ എത്ര വേണ്ടാത്ത വിചാരങ്ങളാ ചിന്തിച്ചു പോയത്? ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചെയ്തു കൂട്ടിയ തിന്മകൾ വളരെ കൂടുതലാണോ? അതിനിടക്ക് നന്മകളോ വളരെ തുച്ഛമാണോ? എന്നാ മോനെ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നീ ചെയ്യുന്ന ചുരുക്കം ചില നല്ല കാര്യങ്ങളുണ്ടല്ലോ, ആ നല്ല കാര്യങ്ങളെ കൂടെ കരിച്ചു കളയുന്ന ഏറ്റവും വലിയ രോഗമാണ് കേട്ടോ അസൂയ എന്ന് പറയുന്ന രോഗം. ഇന്നൽ ഹസദ തഅകുലുൽ ഹസനാത്. മോനെ, അസൂയ എന്ന് പറയുന്നത് അതേ നന്മകളെ കരിച്ചു കളയുന്നതാണ്, അതിനെ തിന്നു കളയുന്നതാണ്. ഏതുപോലെ എന്നറിയുമോ? കമാ തഅകുലുൻ നാറുൽ ഹതബാ. നിന്റെ വീട്ടിലെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത വിറക് കൊള്ളികളുണ്ടല്ലോ, ആ വിറക് കൊള്ളികളെ തീ എപ്രകാരമാണോ കരിച്ചു കളയുന്നത്, അതുപോലെ നിന്റെ സകല നന്മകളെയോ അതേ അസൂയ കരിച്ചു കളയുന്നതാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അസൂയ നമ്മുടെ മനസ്സിലുണ്ടോ? എന്നാൽ നാം ചെയ്യുന്ന അമലുകൾ ഒന്നും തന്നെ നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ നമുക്ക് കാണാനുണ്ടാവുകയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ സമൂഹം സുബ്ഹാനല്ലാഹ് ചിന്തിക്കുമ്പോ
വല്ലാത്ത ദയനീയമായ ഒരു സ്ഥിതിയാണ്. ഒരു ഇൽമുമില്ലാത്ത നാടന്മാരായ ആളുകൾ വലിയ വലിയ ആലിമീങ്ങളെ കുറ്റം പറയുന്നൊരു കാലമാണ് ഇന്നത്തെ കാലം. വലിയ ആലിമീങ്ങൾ അതുപോലെ സാദാത്യങ്ങളെ തെരുവിൽ വെച്ച് കശാപ്പ് ചെയ്യുന്ന കാലമാണ് ഈ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. അല്ലാഹു തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ആ ഭാഗം വല്ലാതെ പരാമർശിക്കുന്നില്ല, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് തൽക്കാലം ആ ഭാഗം അവിടെ വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സിൽ അസൂയയുണ്ട് എന്ന കാരണം കൊണ്ട് ഒരൊറ്റ ആലിമിനെ പോലും നമ്മുടെ നാവ് കൊണ്ട് ചീത്ത പറയാൻ പാടില്ല. ഒരു സാധാരണക്കാരനെ പോലും നാം ചീത്ത പറയാൻ പാടില്ല. മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, ലാ തഗ്തബൻ അഹദൻ ഫളലൻ അനിൽ ഉലമാ വലൗ ലിസഹ്വിൽ ലിമാ ഫീ ലഹ്മിഹിം ഉഫൂ. മോനെ, നിന്റെ നാവ് കൊണ്ട് ഒരാളെ പോലും നീ ഗീബത്ത് പറയാൻ പാടില്ല. നിന്റെ മനസ്സിൽ അവനോട് അസൂയയുണ്ട് എന്ന കാരണം കൊണ്ട് അവനെ നീ കുറ്റം പറയണ്ട. ആ ആളെ തെരുവിൽ വെച്ച് നീ അദ്ദേഹത്തിന്റെ പച്ചമാംസം തിന്നാൻ നിൽക്കണ്ട. ഫളിലൻ അനിൽ ഉലമാ, പ്രത്യേകിച്ചും ആലിമീങ്ങളായ ആളുകളുണ്ടല്ലോ, ആ ആലിമീങ്ങളെ നീ കുറ്റം പറയാൻ പാടില്ല. വലൗ ലിസഹ്വിൽ ലിമാ ഫീ ലഹ്മിഹിം ദുഫൂ. സുബ്ഹാനല്ലാഹ്. മോനെ, ആലിമനെ നീ ചീത്ത പറഞ്ഞാൽ അത് വിവരമില്ല എന്ന കാരണം നിനക്ക് പറയാൻ പറ്റൂല. ഉസ്താദെ, അറിയാതെ പറഞ്ഞു പോയതാണോ, എനിക്ക് മറന്നുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. വലൗ ലിസഹ്വിൽ ലിമാ ഫീ ലഹ്മിഹിം ദുഫൂ. മോനെ, വിഷമെന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ആ വിഷം എന്ന് പറയുന്നത് ഒരാള് അത് അറിയാതെ അങ്ങ് കുടിച്ചുപോയി. ചായയാണെന്ന് കരുതിയിട്ടാണ് ഒരു മനുഷ്യൻ വിഷം കുടിച്ചത്. പടച്ചവനെ അറിയാതെ കുടിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ അവൻ മരിക്കാതിരിക്കൂലല്ലോ. അതുപോലെ ആലിമിന്റെ പച്ചമാംസം തിന്നിട്ടോ അത് മറന്നു പറഞ്ഞു പോയതാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആലിമിന്റെ മാംസം എന്ന് പറയുന്നതോ അത് വിഷമുള്ള മാംസമാണ് കേട്ടോ. നിന്റെ ഈമാനിനെ നശിപ്പിച്ചു കളയും കേട്ടോ. അതുകൊണ്ട് ആ ആലിമിങ്ങളെ, സാദാത്യങ്ങളെ, നിന്റെ വിവരമില്ലായ്മ കൊണ്ട് നീ തെറി പറയാൻ നിൽക്കേണ്ടതില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നെന്ന് മാത്രം. അതുപോലെ മൂന്നാമതായി നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് റിയാ എന്ന് പറയുന്ന രോഗം. മൂന്നാമതായി, ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു കിബിർ എന്ന് പറയുന്ന രോഗം, രണ്ടാമത്തേത് ഹസദ് എന്ന് പറയുന്ന രോഗം, മൂന്നാമത്തേതാണ് റിയാ എന്ന് പറയുന്ന മാരകമായ രോഗം. എന്താണ് ഈ റിയാ എന്ന് പറഞ്ഞാൽ? സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ്, റിയാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണുമ്പോ വലിയൊരു നിസ്കാരക്കാരനാവുക, ആളുകൾ കാണുമ്പോ വലിയ ധർമ്മിഷ്ഠനാവുക. ധാരാളം ആളുകളുടെ ഇടയിൽ വെച്ച് ഒരു മുതലാളിയോട് വല്ല സംഭാവനയും ചോദിച്ചാൽ അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ സംഭാവന കൊടുക്കും. ആരുമില്ലാതെ വളരെ രഹസ്യമായി കൊണ്ട് ചെന്നാലോ ആട്ടി പറഞ്ഞേക്കും. ഇതാണ് അവന്റെ സ്വഭാവം. അതുപോലെ ആളുകൾ ഉള്ള സ്ഥലത്തുനിന്ന് നിസ്കരിക്കുകയാണോ, വളരെ സാവകാശത്തിൽ, വളരെ കണ്ടീഷനായിട്ടാണ് നിസ്കാരം. ആരുമില്ലെങ്കിലോ അവൻ അല്ലാഹുവിനെ ബോധമേ ഇല്ല.
ഈ വിഷയമാണ് റിയാ എന്ന് പറയുന്ന വിഷയം. ചില ആളുകൾ ഉണ്ടാവാം, നാട്ടില് അയാള് ഭയങ്കര ഹോജയാണ്, സ്വന്തം വീട്ടിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് കണ്ടാൽ തന്നെ ഭാര്യക്ക് ഇങ്ങനെ ബറക്കും, നരിയത വരുന്നു എന്ന് പറയുന്നത് പോലെ ആ ഭാര്യ ഉണ്ടാവുക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വാചകം ഞാൻ ഓർത്തുപോകുന്നു, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. ധാരാളം ആളുകളുള്ള മജ്ലിസാണ്, പ്രത്യേകിച്ച് ജമലുല്ലൈലി സാദാത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള മജ്ലിസാണ്. ഇവിടെ വെച്ച് റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുമ്പോൾ എനിക്കെന്റെ സദസ്സിനോട് ഉണർത്താനുള്ളത്, നല്ല ആവേശത്തോടുകൂടെ സ്വലാത്തുകൾ ഇങ്ങനെ പറയണം. എന്നാൽ ഈ മജ്ലിസ് അള്ളാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടുന്ന മജ്ലിസായി കൂട്ടും. റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ മജ്ലിസിലേക്ക് നോക്കുമ്പോ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ആ സന്തോഷിച്ച് നിൽക്കുന്ന റസൂലുള്ളാഹി തങ്ങളോട് അവിടുത്തെ പേരക്കിടങ്ങൾ മുഖേന നമുക്ക് അവസാനം ാദികളും വേവലാദികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് അവിടുത്തോട് പറയണം. റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ കിട്ടാത്ത പരിഹാരമുണ്ടോ സഹോദരന്മാരെ? അതുകൊണ്ട് എന്റെ സദസ്സിനോട് എനിക്ക് ആദ്യത്തിലും അവസാനത്തിലും എപ്പോഴും പറയാനുള്ളത്, റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ, നല്ല ആവേശത്തോടെ കഴിയുന്നതുവരെ സ്വലാത്തുകൾ ഉറക്കെ ഇങ്ങനെ ഉച്ചരിക്കണമെന്ന് ഞാൻ ഈ സദസ്സിനോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. നിങ്ങളിൽ ഏറ്റവും നല്ല ആളാരാണെന്നറിയുമോ? ഖിയാറുക്കും ലി അഹ്ലിഹി. സ്വന്തം കുടുംബത്തോട്, സ്വന്തം ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളാണ്. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ മനസ്സിന് കുത്തുന്ന, അല്ലെങ്കിൽ നമ്മെ വല്ലാതെ അങ്ങ് ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ആ പറഞ്ഞത്. നാട്ടുകാരുടെ മുന്നിൽ വലിയ ഹാജിയന്മാരായി നടക്കുന്ന ആളുകളുണ്ടാവാം. സ്വന്തം ഭാര്യയോട് പെരുമാറുമ്പോ വളരെ ക്രൂരമായ സ്വഭാവത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട്. എന്നാ മോനെ, സ്വന്തം ഭാര്യയുടെ അടുക്കൽ എപ്പോഴാണോ നിനക്ക് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, അപ്പോഴേ നീ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ആളാവുകയുള്ളൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ചില ആളുകൾ അവരെ സംബന്ധിച്ച് സ്വന്തം വീട്ടിൽ ചെന്ന് അഭിപ്രായം ചോദിച്ചാൽ ഭാര്യ പറയും, നിങ്ങൾ ആജിയാരെ കുറിച്ച് നാട്ടുകാര് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അഥവാ നല്ല മനുഷ്യനാണ്, ഏത് സമയത്തും പള്ളിയിലാണ്, നല്ല സംഭാവന ചെയ്യുന്ന ആളാണ്. തൽക്കാലം ആ നാട്ടുകാര് പറഞ്ഞ അഭിപ്രായത്തിൽ അങ്ങ് നിൽക്കുന്നതാണ് നല്ലത്. ഞാനെങ്ങാനും ആജിയാരുടെ തനി സ്വഭാവം നിങ്ങളോട് പറഞ്ഞാൽ ആജിയാര് നാറിപ്പോകും, അതുകൊണ്ട് തൽക്കാലം ഞാൻ മിണ്ടുന്നില്ല. ചില ഭാര്യമാരുടെ ഉള്ളിലിരിപ്പ് അങ്ങനെ ആയിരിക്കും, അഥവാ ആ രൂപത്തിലായിരിക്കും ആളുകൾ പെരുമാറുന്നത്. സ്വന്തം ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കുക, മോളെ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇന്ന് വയത് കഴിഞ്ഞിട്ട് പോയി ചോദിച്ചാൽ മതി. ഒരൊറ്റ ഭാര്യയും നിങ്ങൾ കൊന്നാലും നിങ്ങളെ കുറിച്ച് ഒരു തെറ്റായ അഭിപ്രായം പറയൂല. കാരണം നിങ്ങൾ ത്വലാഖ് ചൊല്ലുമോ എന്ന പേടി ആ പാവങ്ങൾക്കുണ്ടാകും. എല്ലാവിധ ഗ്യാരണ്ടിയും കൊടുത്ത് നിങ്ങൾ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഭാര്യ മനസ്സ് തുറക്കുകയാണെങ്കിൽ ചിലപ്പോ ആ ഭാര്യ പറയും ഭർത്താവിനോട്, നിങ്ങളൊന്നും കരുതരുത്, നിങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള യഥാർത്ഥ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങളെക്കാളും വലിയൊരു ഹമുക്കിനെ ഞാൻ ഈ ദുനിയാവിൽ കണ്ടിട്ടില്ല എന്നായിരിക്കും ഭാര്യമാര് പറയാ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി
വഅന ഖൈറുക്കും ലിഅഹ്ലി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആള് കാണുമ്പോ നല്ല സ്വഭാവം കാണിക്കുന്നു. രഹസ്യത്തിലാണെങ്കിലോ വളരെ മോശമായ, അള്ളാഹുവിനെ പേടിയില്ലാത്ത രൂപത്തിലുള്ള വലിയ പെരുമാറ്റങ്ങളാണ് അവന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇതാണ് റിയാ എന്ന് പറയുന്ന രോഗം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 114 സൂറത്തുകളിലായിട്ട് 6000 ചില്ലാനം ആയത്തുകൾ പറയുന്നത് കാണാം. എല്ലാ ആയത്തിലും പറഞ്ഞതായ എല്ലാ വിഷയങ്ങളെയും അഥവാ എല്ലാ കൽപ്പനകളെയും വിരോധനകളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരൊറ്റ ആയത്ത്, വളരെ ബ്രീഫായിട്ടുള്ള ഒരു ആയത്തും പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ അഹ്സാബ് എന്ന് പറയുന്ന സൂറത്തുണ്ട്. ആ സൂറത്തിൽ അല്ലാഹു പറയുന്ന ഒരു ആയത്ത് കാണാം. ഇന്നമാ അഅ്ലുകും ബിവാഹിദ അൻ തഖൂമൂ ലില്ലാഹ് മസ്നാ വഫുറാദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് ഇന്നമാ അഅ്ലുകും ബിവാഹിദ. എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ഒരേ ഒരു വിഷയമേ നിങ്ങളോട് ഉപദേശിക്കാനുള്ളൂ. എന്റെ സദസ്സിൽ ധാരാളം മുത്തഅല്ലിമീങ്ങളെ കാണുന്നു. അതുപോലെ ധാരാളം അറബി വ്യാകരണം പഠിച്ച ആളുകളുണ്ട്. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഇന്നമ എന്ന് പറയുന്നത് അത് ഹസുറിനെ ഫായിദ വെപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അഥവാ ഇന്നമ അഅ്ലുകും ബിവാഹിദ, എനിക്ക് ഒരേ ഒരു വിഷയമേ നിങ്ങളോട് ഉപദേശിക്കാനുള്ളൂ. ഏതാണ് ആ ഒരൊറ്റ വിഷയമെന്നറിയുമോ? അൻ തഖൂമൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം കേട്ടോ. അല്ലാഹുവിനെ ബോധമുള്ളവരായി ജീവിക്കണം കേട്ടോ. മസ്നാ വഫുറാദാ, അതേ രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും ഒറ്റയാണെങ്കിലും തെറ്റയാണെങ്കിലും ഏത് സ്ഥലത്താണ് നിങ്ങളുള്ളതെങ്കിലും അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം കേട്ടോ. അല്ലാഹുവിനെ ബോധമുള്ളവരായി ജീവിക്കേണ്ടതാണോ? മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു, മഹാനായ തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. മഹാനായ അബൂ സഈദ് തങ്ങൾ പറയുകയാണോ, ഞങ്ങളതാ ധാരാളം സ്വഹാബത്ത് പള്ളിയിൽ വെച്ചിങ്ങനെ ഇരുന്നു കൊണ്ടോ ദജ്ജാലിനെ കുറിച്ചിങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ദജ്ജാല് വന്നാലുണ്ടാകുന്ന ഫിത്നകൾ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഫഖറജ അലൈനാ റസൂലുള്ളാഹി, ആ സമയത്തതാ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. കുന്നാ നതദാക്കറു അൻ മസീഹിദ് ദജ്ജാൽ, ഞങ്ങൾ ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് മുഴുവനും റസൂലുള്ളാഹി തങ്ങൾ കേട്ടിട്ടുണ്ട്, അവിടുന്ന് അറിഞ്ഞിട്ടുണ്ട്. കയറി വന്ന പാട് റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും മിൻ മസീഹിദ് ദജ്ജാൽ. അല്ലയോ അബൂ സഈദ്, നിങ്ങൾ ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണല്ലേ, ദജ്ജാൽ വന്നാലുണ്ടാകുന്ന ഫിത്നകൾ പറയുകയാണല്ലേ. എന്നാൽ അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഏതാണ് ആ കാര്യമെന്നറിയുമോ? മാ ഹുവ അഖ്വഫു അലൈക്കും മിൻ മസീഹിദ് ദജ്ജാൽ.
അതെ, നിങ്ങളിവിടെ ചർച്ച ചെയ്യുന്ന ദജ്ജാലുണ്ടല്ലോ, ആ ദജ്ജാലിനെക്കാളും നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നൊരു വിഷയമുണ്ട്. അതേതാണെന്ന് ഞാനെന്ന് പറഞ്ഞു തരട്ടെയോ? ആ സമയത്ത് അബൂ സഈദ് തങ്ങൾ പറയുന്നു, ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, ഓ നബിയേ, അതേതാണ് ആ വിഷയമെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണോ? ഞങ്ങൾ ഇതുവരെ കരുതിയിരുന്നത് ഞങ്ങളെ അനുഭവിക്കാനുള്ള, ഞങ്ങൾ കാണാനുള്ള ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിന്റെ ഫിത്ന എന്നാണോ? എന്നാൽ അതിനേക്കാളും അങ്ങ് ഞങ്ങളുടെ മേൽ ഭയപ്പെടുന്ന മറ്റൊരു വിഷയമുണ്ടോ? പറഞ്ഞു തരണേ നബിയേ. ആ സമയത്ത് ലോകത്തിലെ നേതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതാണ് ആ വിഷയമെന്നറിയുമോ? കേട്ടോ അബൂ സഈദ്, പഠിച്ചു വെച്ചോ. അശ്ശിറുക്കുൽ ഖഫിയോ, അത് ഖഫിയായ ശിർക്കാണ് കേട്ടോ. അഥവാ ഇബാദത്ത് ചെയ്യുമ്പോ മനസ്സിന്റെ ഉള്ളിൽ അല്ലാത്ത ഒരാളെ കൂടി പങ്കു ചേർക്കലാണ്. ഒരു പക്ഷേ ശിർക്കെന്ന് പറയുമ്പോ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നു, ഞാൻ ഇന്നേ വരെ അല്ലാത്ത ഒരാൾക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ അല്ലാത്തവന് വേണ്ടി നോമ്പ് നോറ്റിട്ടില്ല, ഞാൻ ഇന്നേ വരെ ഒരു കർമ്മവും അല്ലാത്തവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിതുവരെ ശിർക്ക് സംഭവിച്ചിട്ടില്ല. എന്നാൽ ലോകത്തിന്റെ നേതാവ് ഏതാണ് ഈ ശിർക്കെന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് വീണ്ടും അത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, അയ്യഖൂമർ റജുലു ഫയുസല്ലിയാ, മോനെ, എന്റെയും നിങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള സ്വഭാവമുണ്ടല്ലോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തരികയാണ്, അയ്യഖൂമർ റജുലു, ഒരാളതാ എഴുന്നേറ്റു നിൽക്കുകയാണ്, ഫയുസല്ലിയാ, ആ മനുഷ്യനതാ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നതാണ്. എന്നിട്ടോ ഫയുസീന സ്വലാത്തഹു, അതെ, ആ നിസ്കരിക്കാൻ ഉദ്ദേശിച്ച് എഴുന്നേറ്റ് നിന്ന ആളുണ്ടല്ലോ, അവന്റെ നിസ്കാരത്തിന് നന്നാക്കുന്നു, നിസ്കാരത്തിന് ഭംഗിയായി നിർവഹിക്കുകയാണ്. എന്തിനാണ് അവൻ നിസ്കാരത്തിന് ഭംഗിയാക്കിയതെന്നറിയുമോ? ജഗനിയന്താവായ അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന വിഷയമല്ല, മറിച്ചോ ലിമാ യറാ മിൻ അംരി റജുലിൻ, അതെ, ഈ മനുഷ്യൻ നിസ്കരിക്കുന്നത് മറ്റൊരാള് ശ്രദ്ധിക്കുകയാണ്, ആ ആള് നോക്കുന്നുണ്ട് എന്ന വിവരം നിസ്കരിക്കുന്നവന് മനസ്സിലായപ്പോ ആ ആള് കാണാൻ വേണ്ടിയിട്ട് നിസ്കാരം നന്നാക്കുകയാണ്. ഈ സ്വഭാവം മോനെ നിന്റെ മനസ്സിലുണ്ടോ? ലോകത്തിലെ നേതാവ് പഠിപ്പിക്കുകയാണ്, മാ ഹുവ അഖ്വഫു അലൈക്കും മിൻ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിനേക്കാളും വലിയ ഫിത്നയാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഞാനും നിങ്ങളും പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോ ഒരു പക്ഷെ അവിടെ ആരെയും കാണാനുണ്ടാകൂല, ഒരാളെയും കാണാനില്ല. എന്നാൽ നമ്മൾ എങ്ങനെയാ നിസ്കരിക്കാറ്? വളരെ സ്പീഡിലാണ് നമ്മുടെ നിസ്കാരം നടക്കുക. ഒരു കുത്തിമറയൽ എന്നല്ലാതെ നിസ്കാരം എന്നതിനെ പറ്റി പറയാൻ പറ്റൂല. ഒന്നാമത്തെ റക്അത്ത് വളരെ സ്പീഡിൽ അങ്ങ് നിസ്കരിക്കും. സംഗതി വശാൽ രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ പള്ളിയിലെ ഉസ്താദിന്റെ റൂമിന്റെ വാതിൽ ഇങ്ങനെ തുറക്കുന്ന ഒച്ച ശബ്ദം നമ്മൾ കേൾക്കുകയാണ്.
എന്നാൽ പിന്നെ നമ്മൾ നിർവഹിക്കുന്ന രണ്ടാമത്തെ റകഅത്തിന്റെ രൂപം എങ്ങനെയായിരിക്കും? നാം മനസ്സിലാക്കും, പള്ളിയിലെ ഉസ്താദ് ഞാൻ നിസ്കരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ പിന്നെ വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ നിസ്കാരം നടക്കുക. ഇവിടെ യഥാർത്ഥത്തിൽ നാം നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണോ? അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ഒന്നാമത്തെ റകഅത്തും അള്ളാഹു കാണുന്നുണ്ടല്ലോ. പള്ളിയിലെ ഉസ്താദിന് വേണ്ടിയാണോ നമ്മൾ നിസ്കരിച്ചത്? എന്നാ മോനെ, അതാണ് കേട്ടോ ഈ റിയാ എന്ന് പറയുന്നത്. റിയാ മനസ്സിലുണ്ടോ, ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കൂല. ആദ്യമായി നാം എല്ലാവരും നന്നാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തെയാണ്. സമയം ചുരുക്കമായതുകൊണ്ട് തൽക്കാലം ആ വിഷയം അവിടെ അങ്ങ് വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിലുള്ള ഖൽബിയായ അമ്രാദുകൾ, ഹൃദയത്തിന് ബാധിക്കുന്ന മാലിന്യങ്ങൾ, ഈ രോഗങ്ങളിൽ നിന്ന് നമുക്കൊന്ന് ശുദ്ധിയാകേണ്ടതുണ്ട്. നാം മരിക്കുന്ന സമയമാവുമ്പോഴേക്ക് നമ്മുടെ ഖൽബ് വളരെ നിഷ്കളങ്കമായ ഖൽബായി കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല നിഷ്കളങ്കമായ ഖൽബിന്റെ ഉടമകളായി മാറാൻ കഴിയണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നല്ല ഡോക്ടർമാരെ സമീപിച്ച് ചികിത്സ തേടണം. ശരീരത്തിന് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ സുബ്ഹാനല്ലാഹ്, എത്ര ക്യാഷ് ചെലവായാലും ഏത് സമയത്താണോ ഡോക്ടർ പരിശോധിക്കുന്നത്, അത് നട്ടപ്പാതിരാ സമയമായാലും നമ്മൾ അവിടെ തന്നെ നിൽക്കും. എത്ര സമയം വൈകിയാലും നമുക്ക് തകരാറില്ല. ഏത് തണുപ്പത്തും എഴുന്നേറ്റുകൊണ്ട് നമ്മൾ ആ ഡോക്ടറെ സമീപിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശരീരത്തിന്റെ രോഗം മാറാൻ വേണ്ടിയാണ്. ചില ആളുകള് കൊളസ്ട്രോൾ ആയിട്ട് ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലും. ഡോക്ടർമാര് പറയും, മോനെ, രാവിലെ അവല് സുബഹിക്ക് എഴുന്നേറ്റിട്ട് 1.5 കിലോമീറ്റർ നടക്കണം. ഈ ഒരു വിഷയം ഡോക്ടർമാര് പറഞ്ഞാൽ പിറ്റേന്ന് മുതൽ ഉമ്മമാരും അതുപോലെ രക്ഷിതാക്കളും എല്ലാവരും എഴുന്നേറ്റിങ്ങനെ നടക്കുന്നത് കാണാം. എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും വലിയ ഡോക്ടറായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിരാവിലെ ചെയ്യേണ്ട ഒരു കർമ്മം 1400 വർഷം മുമ്പ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ നമുക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, രാത്രി ഏത് ഉറക്കില്ലാത്ത മനുഷ്യനാണെങ്കിലും, ഉറക്ക് വരാഞ്ഞിട്ട് ഗുളിക കഴിക്കുന്ന മനുഷ്യനാണെങ്കിലും, എല്ലാവർക്കും വളരെ നന്നായി ഉറക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഈ സുബഹിയുടെ സമയം. ആ ടൈമിൽ തന്നെ അള്ളാഹു എന്തിനാണ് ഒരു 2 റക്അത്ത് നിസ്കാരം വെച്ചത്? ഇന്നും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു മുറിവൈദ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ ഒന്നും നമുക്കറിയില്ല. അദ്ദേഹം നമ്മുടെ കൊളസ്ട്രോൾ മാറിക്കിട്ടാൻ രാവിലെ നടക്കണമെന്ന് ഉപദേശിച്ചാൽ അവിടെ പിന്നെ ന്യായമില്ല, യുക്തിയില്ല, ഒന്നും നോക്കുന്നില്ല. രാവിലെ മുതൽ എഴുന്നേറ്റ് നടക്കും. സഹോദരന്മാരെ, ഒരു ദിവസം ഞാനൊരു മഗ്രിബ് നിസ്കരിക്കുന്ന അവസരത്തിൽ, മഗ്രിബാണെന്ന് തോന്നുന്നു, ഒരു ഡോക്ടർ എന്റെ പിന്നിൽ വന്നിട്ട് മഅ്മൂമായി എന്നെ തുടർന്നു. സുബ്ഹാനല്ലാഹ്, സലാം വീട്ടി കഴിഞ്ഞപ്പോ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. ആ ഡോക്ടർ പഠിച്ച ഇൽമനുസരിച്ച് കുറവാണ്. ആ രോഗം വരുമോ ഇല്ലേ, അത് അല്ലാഹുവിങ്കലാണ്. അല്ലാഹു തആല സാദാത്യങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ ചോദിച്ചു, നിങ്ങളത് പറയാനുള്ള കാരണം എന്താണ്? നിങ്ങൾ എന്നെ പരിശോധിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് ഷുഗർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്? ആ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ അത്തഹിയാത്തിൽ ഇരിക്കുന്ന അവസരത്തില് നിങ്ങളെ കാല് വെച്ചത് ഞാൻ ശ്രദ്ധിച്ചു. എങ്ങനെയാ കാല് വെച്ചത്?
നിങ്ങൾ ഈ രൂപത്തിൽ വിരലിങ്ങനെ മടക്കി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കാലിന്റെ വിരൽ വെക്കുന്ന ആളുകൾക്ക് ഷുഗർ രോഗം വരാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെ കാല് വെക്കണം എന്ന് പഠിപ്പിച്ചത് ആരാ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ അത് നമ്മൾക്ക് ഇന്നേ വരെ ബോധ്യപ്പെട്ടിട്ടില്ല. ശാരീരികമായ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ സുബ്ഹാനല്ലാഹ് നമ്മൾ ഏത് സംഖ്യ ചെലവഴിച്ച് എവിടെ വേണമെങ്കിലും നമ്മൾ ചെല്ലാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ശരീരത്തിന്റെ രോഗം നമ്മൾ ചികിത്സിക്കാൻ ധൃതി കാട്ടുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ രോഗങ്ങളും നമുക്കൊന്ന് ശുദ്ധീകരിക്കാൻ കഴിയണോ? അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ട വിഷയം എന്താണെന്നറിയുമോ? വളരെ ചുരുക്കിക്കൊണ്ട് ഞാൻ ആ വിഷയം അങ്ങ് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖൽബ് നന്നാകാൻ, ഖൽബ് മാലിന്യരഹിതമാകാൻ മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂബ് തങ്ങൾ അവിടുന്ന് 5 മരുന്നുകൾ പഠിപ്പിക്കുന്നത് കാണാം. ഈ 5 മരുന്നുകളും അതേ പഥ്യം തെറ്റിക്കാതെ മുറ പോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് പകർത്തിയാൽ മോനെ ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിയും കേട്ടോ. ഈമാനോടുകൂടെ നമുക്ക് മരിക്കാൻ കഴിയും കേട്ടോ. നല്ല സംശുദ്ധമായ ഖൽബ് ലഭിക്കും കേട്ടോ. ഏതാണ് ഈ 5 മരുന്നുകൾ എന്നറിയുമോ? വദവാഉ ഖൽബിൽ ഖംസതു ഫതിലാവതുൻ ബിതദബ്ബുരിൽ മാനാ വലിൽ ബതുനിൽ ഖലാ وقيام ليل والتضرع بالسهر ومجالسات صالحين الفضلاء صل مولاي للخلق كلهم സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് നമ്മുടെ ഖൽബിന്റെ രോഗം മാറാൻ 5 മരുന്നുകൾ പഠിപ്പിക്കുന്നു. ഒന്നാമതായി ഖൽബ് നന്നാകാൻ ഏറ്റവും കൂടുതൽ ഫലപ്രദമായ ഏറ്റവും എഫക്റ്റീവായ മരുന്ന് ഏതാണെന്നറിയുമോ? ഫത്തിലാവത്തുൻ ബിതദബ്ബുരിൽ മാനാ. മോനെ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണോ? മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നോ ഒരൊറ്റ ദിവസം പോലും പരിശുദ്ധമായ ഖുർആൻ ഒരു പേജെങ്കിലും ഓതാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ ധാരാളം ധാരാളം ഗുണങ്ങൾ ഹബീബായ തങ്ങളവരുകൾ പഠിപ്പിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖൽബ് നന്നാകാൻ, അതേ നിഷ്കളങ്കമായ മനസ്സോടെ മരിക്കാൻ കഴിയണമെങ്കിൽ മഹാന്മാര് പറയുന്നു ഫത്തിലാവത്തുൽ ബിതദബ്ബുരിൽ മാനാ. അർത്ഥം ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതലാകുന്നു. പല പല ചെറുപ്പക്കാരായ ആളുകളുമുണ്ടോ? മോനെ, നമ്മുടെ ജീവിതവുമായി പരിശുദ്ധമായ ഖുർആനിന് ബന്ധമുണ്ടോ? നീയൊന്ന് ആലോചിച്ചു നോക്ക. പല ആളുകളും കഴിഞ്ഞ റമളാൻ മാസത്തിൽ 1 or 2 ഖത്മ പാരായണം ചെയ്ത് മടക്കി വെച്ച മുസ്ഹഫാണ്. ഇന്നേവരെ ഓതി നോക്കാത്ത ചെറുപ്പക്കാരില്ലേ? ഇന്നേവരെ തുറന്നു നോക്കാത്ത യുവതികളില്ലേ? എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഖുർആൻ ഓതാത്ത ഒരൊറ്റ ദിവസം പോലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മോനെ, രക്ഷിതാക്കളായ അല്ലെങ്കിൽ ഉപ്പമാരായ ആളുകൾ അഥവാ നേരം പുലർന്നത് മുതൽ വൈകുന്നേരം വരെ തന്റെ ചോര നീരാക്കി അധ്വാനിക്കുന്നവരില്ലേ? അവരോട്
എന്തിനാ അധ്വാനിക്കുന്നതെന്ന് ചോദിച്ചാൽ അവര് പറയുന്നു, ഉസ്താദേ ദാരിദ്ര്യമില്ലാതെ ജീവിക്കണമല്ലോ, ഇസ്സത്തോടുകൂടെ ജീവിക്കണമല്ലോ. ഇങ്ങനെ അധ്വാനിച്ചിട്ടും വീട്ടിൽ നിന്ന് ദാരിദ്ര്യം മാറുന്നില്ല. ഏത് പണക്കാരന്റെയും പരാതി എന്താണ്? ഉസ്താദേ സമാധാനമില്ല, വീട്ടില് റാഹത്തില്ല. എന്നാ മോനെ, പണ്ട് നമ്മുടെ ഉപ്പാപ്പമാര് ജീവിച്ച കാലമില്ലായിരുന്നു. അന്ന് വീടിന്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ പട്ടിണി കിടക്കുന്ന ഉപ്പാപ്പമാരെ നമുക്ക് കാണാമായിരുന്നു. മുഴുപട്ടിണിയിലും മരപ്പട്ടിണിയിലും ജീവിച്ച കാലമായിരുന്നു. ഒരു നേരം പോലും വയറു നിറച്ച് ഉണ്ണാനില്ലാത്ത കാലമായിരുന്നു. ആ പട്ടിണിക്കിടയിലേക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ സന്നദ്ധത കാണിച്ച ആളുകൾ സുബ്ഹാനല്ലാഹ് ചെലവിന് വരുന്ന മുത്തഅല്ലിമിന്റെ മുന്നിലേക്ക് ഉള്ള ഭക്ഷണം നന്നായി എടുത്തങ്ങ് വെച്ചിട്ടോ കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ജീവിച്ച ഉപ്പാപ്പമാരുടെയോ അതുപോലെ ഉമ്മാമ്മമാരുടെയും കാലമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് വലിയ സമാധാനമാ, വലിയ റാഹത്തായിരുന്നു. ഇന്ന് പട്ടിണി എന്താണെന്ന് ന്യൂ ജനറേഷന് അറിയില്ല. ഇന്ന് പട്ടിണിയോ അരപ്പട്ടിണിയോ മുഴുപട്ടിണിയോ ന്യൂ ജനറേഷൻ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും ഇന്ന് സമാധാനമില്ല. എന്തേ കാരണമെന്നറിയുമോ? പണ്ട് കാലത്ത് പട്ടിണി കിടക്കുമ്പോ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും വീടിന്റെ അകത്തളങ്ങളിൽ വെച്ച് പരിശുദ്ധമായ ഖുർആൻ ഓതിയിരുന്നു. ഇന്ന് വീട്ടിൽ നിന്ന് ഖുർആനിന്റെ മന്ത്രധ്വനികൾ കേൾക്കാനില്ല, മാലമൗലിദുകൾ പാരായണം ചെയ്യുന്നില്ല. സമാധാനമില്ല. മോനെ, ലോകത്തിന്റെ നേതാവ് ഗ്യാരണ്ടി തന്ന രണ്ട് വിഷയങ്ങളുണ്ടല്ലോ. നീ ദാരിദ്ര്യം മാറാനാണോ ഇങ്ങനെ അധ്വാനിക്കുന്നതോ? എന്നാ മോനെ, ദിവസവും മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ വാഖിഅ നീ പാരായണം ചെയ്താൽ നീ മരിക്കുന്നതുവരെ നിനക്ക് പിന്നെ ദാരിദ്ര്യമുണ്ടാകൂല. ലോകത്തിന്റെ നേതാവല്ലേ മോനെ പഠിപ്പിക്കുന്നതോ? സാധാരണക്കാരനായ നേതാവാണോ? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹ് പറഞ്ഞാൽ മാത്രം പറയുന്ന നമ്മുടെ നേതാവുണ്ടല്ലോ, കളവ് പറയാത്ത ചിന്തിക്കാത്ത നേതാവുണ്ടല്ലോ, ആ നേതാവാണ് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം മാറണോ? ദിവസവും സൂറത്തുൽ വാഖിഅ നീ പാരായണം ചെയ്തോ? അതുപോലെ മോനെ, ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് വേർപിരിഞ്ഞാൽ ആദ്യമായി എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്നത് ഖബറിലേക്കാണല്ലോ. ആ ഖബറിൽ വലിയ അദാബിന്റെ ലോകമാണ്, വലിയ ഭയാനകതയുടെ ലോകമാണ്. ആ ഖബറിൽ നിനക്ക് അന്തസ്സോടെ കിടക്കാൻ കഴിയണോ? യാതൊരു അദാബുമില്ലാതെ കിടക്കാൻ കഴിയണോ? ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണ് മോനെ, സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നൊരു സൂറത്തുണ്ടല്ലോ, അഥവാ തബാറക സൂറത്ത് എന്ന് പറയുന്നൊരു സൂറത്ത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ എന്ന് തുടങ്ങുന്ന ചെറിയ സൂറത്തുണ്ടല്ലോ മോനെ, ഇത് എല്ലാ ദിവസവും ഒരുത്തന് ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണ്, ലാ യുഅദ്ദബു ഫീ ഖബ്രിഹി, അവന്റെ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടൂല. ഈ ദുനിയാവിൽ മരിക്കുവോളം അന്തസ്സോടെ ജീവിക്കണോ മോനെ? സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തോ? ഖബറിലെത്തിയാൽ അന്തസ്സോടെ നിനക്ക് കിടക്കാൻ കഴിയണോ? സൂറത്തുൽ മുൽക്കിനെ നീ മുറുകെ പിടിച്ചോ? എല്ലാത്തിനും പരിഹാരം പരിശുദ്ധമായ ഖുർആനാണ്.
ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന ഓമന പേരിടുന്ന മുള്ളൻ പന്നി പോലെ, മുള്ളൻ പന്നിയുടെ മുള്ളു പോലെ മുടി ഇങ്ങനെ മേലോട്ട് പിടിച്ചു നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. അവരോട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൂടെ എന്ന് ചോദിക്കുമ്പോ അവരുടെ മറുപടി എന്താണോ? ഉസ്താദേ ടൈമില്ല, വീട്ടിലിരിക്കാൻ നേരമില്ല. എന്താ മോനെ നിന്റെ ജോലി? എനിക്കൊരു ജോലിയുമില്ല, എന്നാലും ടൈമില്ല. മോനെ ഇന്ന് നെറ്റിനു വേണ്ടി ജീവിക്കുന്ന കാലമല്ലേ? അതേ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് എന്താണോ? ഉസ്താദേ 3-4 ദിവസം പച്ചവെള്ളം പോലും തന്നിട്ടില്ലെങ്കിലോ, ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, ഞങ്ങൾ പട്ടിണി കിടന്നോളാം. പക്ഷേ ഒരു ദിവസം വാട്സപ്പ് ഇല്ലെങ്കിലോ, ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ കഴിയാത്ത ഒരു ദിവസം അത് സങ്കൽപ്പിക്കാനേ കഴിയൂല. നെറ്റിന്റെ യുഗത്തിലും ജീവിക്കുന്ന, ഏത് സമയത്തും മൊബൈലിൽ ഇങ്ങനെ വരച്ച് കളിക്കുന്ന ന്യൂ ജനറേഷനോട് ഞാനൊന്ന് പറയട്ടെ, മോനെ നിനക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഓതാൻ ഒരു പക്ഷേ സമയം കിട്ടിയെന്ന് വരൂല. നിന്റെ മൊബൈലുണ്ടല്ലോ, നിന്റെ കയ്യിലുള്ള സകല തോന്നിവാസങ്ങളുടെയും ഉറവിടമായ മൊബൈലുണ്ടല്ലോ, ആ മൊബൈൽ കൊണ്ട് എന്തൊക്കെ ഉപകാരമുണ്ട് മോനെ. ആ മൊബൈലിൽ നിനക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തുകൂടെ? അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൂടെ? അതേ നിനക്ക് വീട്ടിലിരുന്ന് ഓതാൻ സമയം കിട്ടിയില്ലെങ്കിലോ, നീ ഏതെങ്കിലും യാത്രക്ക് വേണ്ടി പോകുമ്പോ, ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോ, ആ വെയിറ്റിംഗ് ടൈമിൽ നിനക്ക് ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയിട്ടൊന്ന് ഓതിക്കൂടെ? നീ വെറുതെ ഇരിക്കുമ്പോ ഓതിക്കൂടെ? നിനക്ക് യാത്ര ചെയ്യുമ്പോ സീറ്റിലിരുന്ന് ഓതിക്കൂടെ? എല്ലാ സ്ഥലത്തും നിനക്ക് അത് ഉപകരിക്കൂലേ? ഈ ഒരു രൂപത്തിൽ അത് മൊബൈൽ കൊണ്ട് ധാരാളം നന്മകളില്ലേ? ആ ഭാഗത്തേക്ക് നമ്മുടെ മനസ്സൊന്ന് തിരിച്ചൂടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഖൽബ് നന്നാകണോ? മഹാനായ സൈനുദ്ദീൻ അൽ മഖ്ദൂം തങ്ങൾ ഒന്നാമതായി പഠിപ്പിക്കുന്ന മരുന്നാണോ? ഫത്തിലാവത്തോ ബിതദബ്ബുരിൽ മഅനാ. അർത്ഥം ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതണം. എന്റെ സദസ്സിൽ ഭൂരിഭാഗവും ഉള്ളത് സാധാരണക്കാരായ ആളുകളാണ്. ഒരുപക്ഷെ അവര് ചിന്തിക്കും, അർത്ഥം അറിഞ്ഞ് ഖുർആൻ ഓതണമെന്ന് പറയുമ്പോ ഉസ്താദേ ഞങ്ങൾക്ക് ഖുർആനിന്റെ അർത്ഥം അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ ഓതാനാണ്? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനിന്റെ എല്ലാ അർത്ഥങ്ങളും അറിയുന്ന ഒരൊറ്റ പണ്ഡിതനെ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുള്ളൂ. അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. എന്നാൽ മുഫസ്സിരീങ്ങൾ സാധാരണ പറഞ്ഞ അർത്ഥം പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് സാധാരണക്കാര് ചിന്തിക്കുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മോനെ, പരിശുദ്ധമായ ഖുർആനിന്റെ എല്ലാ ലഫ്ലിന്റെയും അർത്ഥം ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ധാരാളം വാക്കുകൾ ഖുർആനിലുണ്ടല്ലോ. അല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നിനക്ക് വജ്ഹും അറിയാം. അതുപോലെ ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗമാണെന്നറിയാലോ, നാറെന്ന് പറഞ്ഞാൽ നരകമാണെന്നറിയാലോ, അദാബെന്ന് പറഞ്ഞാൽ ശിക്ഷയാണെന്നറിയാലോ. ഇങ്ങനെ എല്ലാവർക്കും അറിയുന്ന ചില വാചകങ്ങൾ പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ. അറിയുന്ന വാചകങ്ങൾ എത്തുമ്പോ അതിന്റെ അർത്ഥം ചിന്തിക്കണം. അറിയാത്ത ഭാഗങ്ങളാണോ സൂക്ഷ്മമായി തെറ്റ് വരാതെ ഓതണം. ഇനി നിനക്ക് ഓതാൻ അറിയില്ലേ, ഓതുന്ന ആളുകളുടെ അടുത്ത് പോയി അത് ശ്രവിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഇനി നിനക്കത് ശ്രവിക്കാനുള്ള സൗകര്യമില്ലേ, ആ പരിശുദ്ധമായ ഖുർആനൊന്ന് തുറന്നു വെച്ച് അതിന്റെ ആയത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അതുപോലും പുണ്യമാണ് കേട്ടോ. ഇനി രണ്ടാമതായി നമ്മുടെ ഖൽബ് നന്നാകാൻ
മഹാന്മാര് പറയുന്ന വിഷയം ഏതാണെന്നറിയുമോ? വലിൽ ബത്തുനിൽ ഖലാ, രണ്ടാമതായ കൽബ് നന്നാകാൻ മഹാന്മാര് പറയുന്നു, മോനെ ഭക്ഷണത്തിനെ നന്നായി നിയന്ത്രിക്കണം. ഏത് ഡോക്ടർമാരുടെ അടുത്ത് എന്ത് രോഗം ചികിത്സിക്കാൻ ചെന്നാലും ഡോക്ടർമാര് പറയും ഘനമുള്ളത് കഴിക്കരുത്, അല്ലെങ്കിൽ എണ്ണമയമുള്ളത് കഴിക്കരുത്, നീ നിന്റെ ഭക്ഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. ഡോക്ടർമാര് പറയുന്നൊരു വിഷയമാണ്. എന്നാൽ മോനെ, നിന്റെ ശരീരത്തിന് വേണ്ടി നീ ഭക്ഷണങ്ങൾ പലതും മാറ്റിവെക്കുന്നുണ്ടല്ലോ. ചില ആളുകളോട് ഡോക്ടർമാര് പറയും, കൊളസ്ട്രോള് വന്ന് ഡോക്ടർ കാണാൻ പോയ ഒരാളോട് ഡോക്ടർ പറഞ്ഞു രാത്രി ചപ്പാത്തി കഴിക്കണം എന്ന് പറഞ്ഞു. ആ സാധു ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, ചപ്പാത്തി എപ്പോഴാ കഴിക്കേണ്ടത്? ചോറിന്റെ മുമ്പാണോ അല്ല ശേഷമാണോ കഴിക്കേണ്ടത്? ചോറന്നെ തിന്നാൻ പാടില്ല, ചപ്പാത്തി കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ സാധു ചോദിച്ചതാണ്, ചപ്പാത്തി തിന്നാൻ എങ്ങനെ വയറ് നിറയാനാ? ചോറിന്റെ മുമ്പ് തിന്നണോ അല്ല ശേഷം തിന്നണോ? ഇങ്ങനെ ശാരീരികമായ എന്ത് അസുഖമുണ്ടായാലും എന്ത് ഭക്ഷണവും നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഭക്ഷണം എന്ന് പറയുന്ന വിഷയ സംബന്ധിയായി ഒരു 40 ദിവസം വയല് പറയേണ്ട കാലമാണ് ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന കാലം. ഇന്നത്തെ യുഗം, ഏജ്, അത് തന്നെ ഫുഡ് ഏജ് ആണ്, ഭക്ഷണത്തിന്റെ യുഗമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു 2-3 മാസം മുമ്പ് ഒരു ചെറിയ മകൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഉസ്താദേ, എല്ലാ ജീവികൾക്കും ജനിച്ചാലാണല്ലോ നമ്മൾ പേരിടാറ്, എന്നാ മരിച്ചിട്ട് പേരിടുന്ന ഒരു സാധനത്തിന് അറിയോന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ചിന്തിച്ചു, മരിച്ചിട്ട് പിന്നെന്തിനാ ഒരു സാധനത്തിന് പേരിടുന്നത്? ആ സമയത്ത് ആ ചെറിയ കുട്ടി പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, അത് കോഴിയാണ് ഉസ്താദേ. കോഴി എന്ന് പറയുന്ന സാധനത്തിന് മരിക്കുവോളം കോഴി എന്നേ പേരുള്ളൂ. മരിച്ചു കഴിഞ്ഞാലോ ഓരോ ഹോട്ടലിൽ ചെന്ന് നോക്കിയാ സുബ്ഹാനല്ലാഹ്, പുതിയ അപ്പള ചിക്കൻ, മണവാട്ടി ചിക്കൻ, തന്തൂരി, ഊരാത്തത്, ഇങ്ങനെ പല ജാതി പേരുകളും ഇന്ന് ഭക്ഷണത്തിന്റെ കോഴിന്റെ പേരാണ്. എന്താണോ നാവിൽ വരുന്നത് അത് മുഴുവനും ഇന്ന് പേരാണ്. ചില പ്രവാസികളുണ്ടാകും, അവര് 10-15 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത് കരപിടിക്കാതെ നാട്ടിൽ വന്നിട്ട് പലപ്പോഴും തുടങ്ങുന്ന ഒരു ബിസിനസ്സാണ് ഹോട്ടൽ എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഹോട്ടലിന് അവര് പേരിടും, ഹോട്ടൽ തുടങ്ങിക്കുടുങ്ങി. സുബ്ഹാനല്ലാഹ്, പേരാണത്, ഹോട്ടൽ തുടങ്ങിക്കുടുങ്ങി. എല്ലാരും പറയും ഹോട്ടൽ തുടങ്ങിക്കുടുങ്ങി, പിന്നെ എങ്ങനെ നന്നാവാ മനുഷ്യൻ? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ കഴിഞ്ഞ റമദാൻ മാസത്തിലാണെന്ന് തോന്നുന്നു ഒരു ഹോട്ടലിന്റെ പരസ്യവുമായി, ഇനാഗുറൽ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് വാട്സപ്പ് വഴി എനിക്ക് കിട്ടി. അപ്പൊ ആ മെസ്സേജിൽ ആ ഹോട്ടലിൽ വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിന്റെ ലിസ്റ്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഭക്ഷണത്തിന്റെ പേരാണ് തൊട്ടാൽ ഓടുന്ന കോഴി. സുബ്ഹാനല്ലാഹ്, അദബുകേടാണോ എന്നറിയില്ല. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു പോയി, ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖ് നടത്തുന്ന ഹോട്ടലാവാനാണ് സാധ്യത. കാരണം മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ കൂസാതെ കൂകിപ്പാ റപ്പിച്ച് വിട്ടോവ. ആ തങ്ങള് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാം അല്ലാഹു തആല അവൻ പൊരുത്തപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ഇങ്ങനെ എല്ലാം ഇന്ന് ഭക്ഷണത്തിന്റെ പേരാണ്. എന്നാ മോനെ, ലോകത്തിന്റെ നേതാവ് ഒരു പ്രത്യേകമായ കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നത് കാണാം. യഅകുലൂന അൽവാന ത്വആം വയസ്റബൂന അൽവാന സറാബ് വയൽബസൂന അൽവാന സിയാബ് ഉലൈക ശിറാറു ഉമ്മത്തി. ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണോ, ഒരു വിഭാഗം ആളുകൾ വരാനുണ്ടോ,
എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയുമോ? യഅ്കുലൂന അൽവാന ത്വആം, വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാണോ? വയസ്റബൂന അൽവാന ശറാബ്, അതുപോലെ വൈവിധ്യങ്ങളായ പാനീയങ്ങൾ കുടിക്കുന്ന കാലമാണോ? വയൽബസൂന അൽവാന സിയാബ്, വ്യത്യസ്ത മോഡലുകളിലുള്ള ഡ്രസ്സ് ധരിക്കുന്ന കാലമാണോ? ഉലൈക ശിറാറു ഉമ്മത്തി, അവരാണ് എന്റെ ഉമ്മത്തിലെ ഏറ്റവും ശർറുള്ള ആളുകൾ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന കാലം. ലൗന് എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കളറ് എന്നാണ്. അൽവാന് എന്ന് പറഞ്ഞാലോ കളറുകൾ എന്നാണ് അതിന്റെ അർത്ഥം. നേരെ ആ ഹദീസിന് ആ അർത്ഥം വെച്ച് നോക്കുമ്പോ യഅ്കുലൂന അൽവാന ത്വആം, വ്യത്യസ്ത കളറുകളിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ. ഇന്ന് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ നാം പോയി ഇരുന്നാൽ സുബ്ഹാനല്ലാഹ്, ഒരേ ഭക്ഷണം തന്നെ എത്ര കളറുകളിലാണ് കിട്ടുന്നത്. ഒരു ചോറ്, വെള്ള കളറുള്ള ചോറ് നമുക്ക് കാണാം, മഞ്ഞ കളറിലുള്ള മറ്റൊരു ചോറ് കാണാം, ചുവന്ന കളറിൽ വേറൊരു ചോറ് കാണാം. അതിനെന്ത് പേരിട്ടാലും, ചില ചോറിന് പേര് കുഴിമാന്തി എന്നാണ്. കാരണം അത് തിന്നാ പെട്ടെന്ന് കുഴി മാന്തണ്ടി വരും എന്ന രൂപത്തിൽ കുഴിമാന്തി എന്ന് പേരുള്ള എന്ത് പേര് വെച്ചാലും ശരി, ഒരേ സാധനം തന്നെ വ്യത്യസ്ത കളറുകളിൽ ഇന്ന് ടേബിളിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ വയസ്റബൂന അൽവാന ശറാബ്, വ്യത്യസ്ത രൂപങ്ങളിലുള്ള പാനീയങ്ങൾ കുടിക്കുന്ന കാലമാണോ? കൂൾ ബാറിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള സപ്ലയറോട് എന്തൊക്കെയായി ഇവിടെ കുടിക്കാനുള്ളത് എന്ന് ചോദിച്ചാ സുബ്ഹാനല്ലാഹ്, കുറെ ഷെയ്ഖന്മാരുടെ പേരിങ്ങനെ പറയുന്നത് കേൾക്കാം. ഷാർജ ഷെയ്ഖ്, കുവൈത്ത് ഷെയ്ഖ്, മറ്റേ ഷെയ്ഖ്. നമ്മളിങ്ങനെ നോക്കുമ്പോ വിചാരിക്കും, പടച്ചോനെ ഇത് സൗദി അറേബ്യയിൽ ഇങ്ങനെ എത്തിയതാണോ? സാധാരണ ഒരു പഴം ജ്യൂസ് അടിച്ചു തരുന്നതിന് പറയും ഷാർജ ഷെയ്ഖ്. ഇങ്ങനെ പല പേരിലും ഇന്ന് പല പാനീയങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വസ്ത്രങ്ങളോ സുബ്ഹാനല്ലാഹ്, ഇന്ന് ചില ചെറുപ്പക്കാര് ധരിക്കുന്ന വസ്ത്രം കണ്ടാൽ ഒരു വടിയെടുത്ത് താങ്ങി പിടിച്ചു കൊടുക്കട്ടെ തോന്നിപ്പോകും. ചില ആളുകളുടെ സുബ്ഹാനല്ലാഹ് പിൻഭാഗത്ത് ഇപ്പൊ വീണുപോകുമെന്ന് തോന്നുന്ന രൂപത്തിലാണ് പാന്റ് ഇട്ടത്. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യനൊന്ന് സുജൂദ് ചെയ്താൽ എന്തൊക്കെ അദാബുകൾ ആ ബാക്കിൽ നിന്ന് കാണേണ്ടി വരിക എന്ന രൂപത്തിൽ വല്ലാതെ പേടിക്കേണ്ട ഒരു കാലമാണ് നമ്മൾ ഈ ജീവിക്കുന്ന കാലം. ഏതായിരുന്നാലും റസൂലുള്ളാഹി തങ്ങൾ വളരെ അധികം നാം ജീവിക്കുന്ന അതേ കാലത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായി നമ്മുടെ ഖൽബ് നന്നാകാൻ ഞാൻ അവസാനിപ്പിക്കുന്നു. മൂന്നാമതായി ഇതിന്റെ ഖൽബ് നന്നാകാൻ എന്താണ് നീ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്നറിയുമോ? വഖിയാമുലൈൽ, മോനെ രാത്രി സമയത്തുള്ള നിസ്കാരമാണോ അഥവാ തഹജ്ജുദ് നിസ്കാരമാണോ? തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് നിന്റെ ഖൽബിന്റെ രോഗം മാറാൻ, ഖൽബ് നന്നാകാൻ ഏറ്റവും നല്ല മരുന്നാണ് കേട്ടോ. സാന്ദർഭികമായി ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവതികളോട് ഓർമ്മപ്പെടുത്തട്ടെ, സുബ്ഹാനല്ലാഹ്, ഈ നാട്ടിൽ അത്തരത്തിലുള്ള യുവതികളുണ്ടോ
എന്നറിയില്ല. എന്നാലും ഇന്ന് സർവ്വസാധാരണമായി കാണുന്ന വിഷയമാണോ? ഓരോ ആഴ്ചയിലും അതേ യുവതികളതാ ബ്യൂട്ടി പാർലറുകളിലേക്ക് 2 or 3 തവണ കയറി ചെല്ലുന്നു. എന്തിനാണെന്നറിയുമോ? ഫേഷ്യൽ ചെയ്യിപ്പിക്കാനാണോ? മുഖത്തിന് മിനുസം കൂട്ടാനാണോ? മുഖത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനാണോ? എന്നാൽ മോളെ, നിനക്കൊരു വിഷയം ഞാൻ പറഞ്ഞു തരാം. ഒരു ബ്യൂട്ടി പാർലറും നീ പോവേണ്ടതില്ല. നീ ഒരു മരുന്നോ ഒരു ക്രീമോ ഉപയോഗിക്കേണ്ടതില്ല. നിന്റെ മുഖത്തിന് തിളക്കം കിട്ടണോ മോനെ? ഈ സദസ്സിലിരിക്കുന്ന സാദാത്യങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്തൊരു പ്രകാശമാണ് കാണാനുള്ളത്. അതുപോലെ ആലിമീങ്ങളുടെ മുഖത്തേക്കൊന്ന് എന്തൊരു തെളിച്ചമാ കാണാനുള്ളത്. ഖമറുൽ കാന്തപുരം ഉസ്താദ് ഒരു സ്റ്റേജിലങ്ങ് വന്നിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ മുഖമതാ 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ തിളങ്ങുന്നത് കാണുന്നില്ലേ? അതെല്ലാ ദിവസവും രാവിലെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടോ ഫേഷ്യൽ ചെയ്യിപ്പിച്ചിട്ടാണോ മോള്? അല്ല, അവര് പോകുന്ന ഒരു ബ്യൂട്ടി പാർലറുണ്ട്, അവര് ചെയ്യുന്ന ഒരു ബ്യൂട്ടി ഉണ്ട്. അതേതാണെന്നറിയുമോ? അതേ സുബഹി ബാങ്ക് കൊടുക്കുന്നതില്ലേ മണിക്കൂറുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റോ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നൊരു ക്രീം അവർ ഉപയോഗിക്കുന്നു. ആ തഹജ്ജുദ് അങ്ങ് നിസ്കരിക്കുമ്പോ അവന്റെ മുഖത്തിനതാ നല്ല ഈമാനിന്റെ തെളിച്ചം കിട്ടുമെന്ന് മഹാരഥന്മാരായ ആളുകൾ പഠിപ്പിച്ചതാണല്ലോ. ധാരാളം വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. സമയം ദീർഘമാകുന്നു, ഞാൻ ചുരുക്കുകയാണോ. മോനെ, നിന്റെ ഖൽബ് നന്നാകണോ, മനസ്സ് മാലിന്യരഹിതമാകണോ, സംശുദ്ധമായ ആളായി മാറണോ. മൂന്നാമതായി മഹാരഥന്മാർ പഠിപ്പിച്ചതാണ് തഹജ്ജുദ് നിസ്കാരം നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണോ. അതുപോലെ 4-ാമത് ഖൽബ് നന്നാകാൻ അതേ അധ്യായ സമയത്തോ അതുപോലെ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് നീ ഒന്ന് ദുആ ചെയ്യണേ. അതേ തപിക്കുന്ന ഖൽബുമായിട്ട് പിടക്കുന്ന ഹൃദയത്തോടെ 2 കരങ്ങളും നാഥനായ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട്, അല്ലാഹുവേ, ധാരാളം തെറ്റ് ചെയ്തു പോയവനാണ്, നീ ഒന്ന് മാപ്പാക്കണേ അല്ലാ. നീ ഗഫാറാണല്ലോ, ഗഫൂറാണല്ലോ, സത്താറാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നീ ഒന്ന് ദുആ ചെയ്താൽ മോനെ, നിന്റെ ഖൽബിലെ രോഗം മാറാൻ ഏറ്റവും നല്ല മരുന്നാണ് കേട്ടോ. അവസാനമായി മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം തങ്ങൾ പഠിപ്പിക്കുകയാണ് വമുജാലസാതു സാലിഹീനൽ ഫുളലാ. മോനെ, നിനക്കും നന്നാവണോ? നല്ല ആളുകളുമായി കൂട്ടുകൂടിക്കോ. ആലിമീങ്ങളുടെ പിന്നിൽ നിന്നോ സാദാത്യങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിച്ചോ. ആലിമീങ്ങൾക്ക് മറുകടക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ആലിമീങ്ങൾ തെറി പറയാൻ നിൽക്കണ്ട. ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിച്ചോളണോ. നല്ല നല്ല ആളുകളുമായി കൂട്ടുകൂടണോ. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകെട്ട് ആലിമീങ്ങളോടാവട്ടെ, മുത്തല്ലിമീങ്ങളോടാവട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോടാവട്ടെ, നല്ല ആളുകളോട് കൂട്ടുകൂടിയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ഖൽബ് നന്നാകാനുള്ള ഏറ്റവും വലിയ മരുന്നാകുന്നു. ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചല്ലോ, മസലു ജലീസി സ്വാലിഹി കമസലി ജലീസിൽ അത്തൂർ മസലു ജലീസി സയ്യി കമസലി ജലീസിൽ കല്ലൂർ. മോനെ,
നല്ല ആളുകളോടുകൂടെ നീ സഹവസിക്കുന്നത് അതെ അത്തര കച്ചവടം ചെയ്യുന്ന ആളുടെ ഒപ്പം ഇരിക്കുന്നത് പോലെയാണോ? അത്തര കച്ചവടക്കാരല്ല അടുത്ത് നീ ചെല്ലുമ്പോ നീ അത്തര വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിന്റെ കയ്യില് ക്യാഷ് ഇല്ല, എന്നാലും മോനെ നീ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുമ്പോ അത്തര വാങ്ങാൻ വേണ്ടിയിട്ട് മറ്റു ആളുകൾ വരൂലേ? അപ്പോഴേ അത്തര കച്ചവടക്കാരൻ സാമ്പിളിന് വേണ്ടി ഇങ്ങനെ പുരട്ടി കൊടുക്കുമ്പോ നിന്റെ ശരീരത്തിലും അദ്ദേഹം പുരട്ടിത്തരാലോ, നിനക്കും പരിമളം പരത്താലോ, നിനക്കും സുഗന്ധം പരത്താലോ. നീ അറിയാതെ തന്നെ നിന്റെ ശരീരത്തിൽ സുഗന്ധം വരുന്നു. അതുപോലെ ആലിമിനോട് നീ കൂട്ടുകൂടുമ്പോ നന്നാവാൻ നീ ഉദ്ദേശിച്ചിട്ടില്ല, എന്നാലും ആ ആലിമിന്റെ ജീവിതത്തിൽ നിന്ന് നീ അറിയാതെ പല നന്മകളും അതേ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, അതെ നീ എന്തിനാ മോനെ കള്ളുകുടിയന്മാരോട് കൂടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവര് പറയും, ഉസ്താദേ ഞാൻ ഇരിക്കാറേ ഉള്ളൂ, കുടിക്കാറില്ല. എന്നാ മോനെ നീ ഇന്ന് ഇരുന്നിട്ടേ ഉള്ളൂ, നാളെ നീ സാമ്പിളിന് കുടിക്കാൻ തുടങ്ങൂ, മറ്റന്നാൾ അവരുടെ നേതാവാകും, അതിന്റെ വിറ്റെന്ന് മുഴുക്കുടിയനായി മാറും. അതുകൊണ്ട് കൽബ് നന്നാകണോ? ഈ 5 വിഷയങ്ങളും ജീവിതത്തിന്റെ ഭാഗമങ്ങാക്കേണ്ടതുണ്ട്. ഒന്നാമത് മഹാനവറുകൾ പറഞ്ഞത് അതേ പരിശുദ്ധമായ ഖുർആൻ ഓതലാണ്. രണ്ടാമത്തത് ഭക്ഷണത്തിന് നല്ല ക്രമീകരണം നടത്തലാണ്. മൂന്നാമത്തത് തഹജ്ജുദ് നിസ്കാരമാണ്. നാലാമത്തത് അല്ലാഹുവിന് മറ്റു ഇബാദത്തുകൾ പ്രഭാത സമയത്ത് ചെയ്യലാണ്, അള്ളാഹിനോട് ദുആ ചെയ്യലാണ്. അഞ്ചാമത്തത് നല്ല ആളുകളോടുകൂടെ സഹവസിക്കലാണ്. ഈ 5 കാര്യങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ മോനെ ഔലിയാക്കന്മാര് മരിച്ചതുപോലെ സാലിഹീങ്ങൾ വിട പറഞ്ഞതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ കഴിയും കേട്ടോ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളിവിടെ പറഞ്ഞതും കേട്ടതും എല്ലാം നീ പൊരുത്തപ്പെടുന്ന അമലായ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനേ ധാരാളം ദോഷങ്ങൾ പറ്റിപ്പോയി, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായിട്ട് ചെറുതും വലുതുമായ ധാരാളം ദോഷങ്ങൾ ചെയ്തു. അല്ലാഹുവേ നീ മാപ്പ് തരണേ റഹ്മാനേ. മരിക്കുമ്പോ നല്ല നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകളായി പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച റസൂലുള്ളാന്റെ പ്രശോഭിതമായ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, ഇനി ഇവിടെ നല്ല റാത്തീബുകളും മറ്റ് വലിയ വലിയ സദസ്സുകൾ നടക്കുകയാണ്. എല്ലാവരും എല്ലാത്തിലും പങ്കാളികളായിട്ട് മാത്രമേ പോവാൻ പാടുള്ളൂ. ഞാൻ ഈ മജ്ലിസിലേക്ക് വരുമ്പോൾ വല്ലാത്ത പേടിയോടെയാണ് വന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ തൊണ്ട അനക്കാൻ പറ്റാത്ത വേദന ഞാൻ ഇന്ന് അനുഭവിച്ചിരുന്നു. മഹാനായ തങ്ങളവറുകളെ കൊണ്ട് ഇന്ന് റൂമിൽ വെച്ച് മന്ത്രിപ്പിച്ചു. തങ്ങൾ പറഞ്ഞു അത് ശിഫയാകും. അൽഹംദുലില്ലാഹ്, ഇത്ര സമയം ഞാൻ വഅദ് പറഞ്ഞിട്ടും എൻ്റെ തൊണ്ടയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. അല്ലാഹു തആല മഹാരഥന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ അഹ്ലുസുന്നത്തിന് വേണ്ടി ജീവിക്കാൻ, ഈ സാദാത്യങ്ങളുടെ പിന്നിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.